അഭിവാദ്യങ്ങൾ 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 എന്നൂരിലെ പോരാളികളെ എന്നൂരിലെ പോരാളികളെ എന്നൂരിലെ പോരാളികളെ എന്നൂരിലെ പോരാളികളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ വിവാദത്തിൽ ചോരപ്പൂക്കൾ വിവാദത്തിൽ ചോരപ്പൂക്കൾ വിവാദത്തിൽ ചോരപ്പൂക്കൾ വിവാദത്തിൽ ചോരപ്പൂക്കൾ വിവാദങ്ങൾ അഭിവാദ്യങ്ങൾ വിവാദങ്ങൾ അഭിവാദ്യങ്ങൾ വിവാദങ്ങൾ അഭിവാദ്യങ്ങൾ വിവാദങ്ങൾ അഭിവാദ്യങ്ങൾ എന്നൂരിലെ പോരാളികളെ എന്നൂരിലെ പോരാളികളെ. നമസ്കാരം. പോലീസിന് ബോംബെറിഞ്ഞ കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ തടവ് ശിക്ഷയ്ക്ക് വിധിച്ച CPM നേതാവിന് പാർട്ടി സംരക്ഷണം. ജയിലിൽ കിടന്ന് മത്സരിക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. കോടതിയിൽ നിന്നും ജയിലിലേക്ക് പ്രതിയെ എത്തിച്ചത് വിപ്ലവ മുദ്രാവാക്യങ്ങളോടെയും. ക്രിമിനൽ കേസിലെ പ്രതിക്ക് സംരക്ഷണമൊരുക്കി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണോ CPM? പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചേരുകയാണ്. സർ, നമസ്കാരം. പോലീസിന് ബോംബെറിഞ്ഞ കേസിൽ പയ്യന്നൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥിയും DYFI നേതാവുമായ VK നിഷാദിന് 20 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. പക്ഷേ ആ വിധിക്ക് പുല്ലുവില നൽകാതെ പ്രതിക്കൊപ്പം നിൽക്കുകയാണ് CPM. നിഷാദിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നു. കോടതി വളപ്പിൽ നിന്ന് ജയിലിലേക്ക് മുദ്രാവാക്യം വിളിച്ച് വീരപരിവേഷം നൽകി അയക്കുന്നു. CPMന്റെ സ്വതസിദ്ധമായ ചില രീതികളുണ്ട്. അത് മാറ്റമില്ലാതെ തന്നെ തുടരുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ ദൃശ്യങ്ങളിൽ നിന്ന്? അതെ, ഈ ദൃശ്യം മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള വസ്തുത, അതായത് 20 കൊല്ലം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി. അപ്പോൾ അയാൾക്കൊരു ഡമ്മി സ്ഥാനാർത്ഥിയെ നേരത്തെ അതിനെ കണ്ട് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അയാളെ മത്സരിപ്പിച്ചാൽ മതി. പക്ഷേ എന്തൊരു വാശി പോലെ ഈ വിധി വന്നതിന് ശേഷവും ആ നിഷാദ് തന്നെയായിരിക്കും CPMൻ്റെ സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിക്കുന്നത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രചരണം നടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇവരെ അഭിവാദ്യം അർപ്പിച്ച് യാത്ര അയക്കുന്നത് കണ്ടാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനോ മറ്റോ അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകളെ നമ്മൾ യാത്ര അയക്കുന്ന മട്ടിലാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രതി അല്ലെങ്കിൽ ഇയാൾ ഒരു പോലീസ് സംഘത്തിനെതിരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞു എന്നുള്ളതാണ് ആരോപണം, അല്ലെങ്കിൽ അതാണ് കേസ്. അതിലാണ് ഇയാളെ ശിക്ഷിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിലെ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് ഇതുപോലുള്ള കേസുകൾ, ക്രിമിനൽ കേസുകളിൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ, ഒരു കേസിൽ പല വകുപ്പുകളിലായിട്ട് 2 വർഷം കൂടിയാൽ മതി. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും അപ്പോൾ തന്നെ ആ വിധി വരുമ്പോൾ തന്നെ അയാളുടെ അംഗത്വം റദ്ദാവും. ഇയാൾ ജയിക്കുകയാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും ഒരു കടലാസ് കൊടുത്താൽ മതി, ഒരു കേസ് കൊടുത്താൽ മതി, ഒരു പരാതി കൊടുത്താൽ മതി, ഇയാൾ അംഗത്വത്തിൽ നിന്ന് ഇതാവും. പണ്ടമായ ഈ ഒരു കേസെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾക്കെതിരായിട്ട് 2 കൊല്ലത്തിൽ കൂടുതൽ വിധി വരികയാണെങ്കിൽ അയാൾക്ക് അപ്പീൽ കൊടുക്കാൻ, അപ്പീലിൽ ഒരുപക്ഷെ ശിക്ഷ തിരുത്തി വാങ്ങുന്നതിനൊക്കെ ആയിട്ട് 3 മാസം വരെ സമയം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതുപോലുമില്ല. അപ്പോൾ ആ വിധി വന്നു കഴിഞ്ഞാൽ തന്നെ ആ ആൾ ഒരു ജനപ്രതിനിധിയാണെങ്കിൽ അയാൾ ജനപ്രതിനിധി അല്ലാതാവുകയാണ്. അല്ലെങ്കിൽ ഇനി മത്സരിച്ച് ജയിച്ചാൽ തന്നെ അപ്പോൾ തന്നെ അയാൾക്ക് അംഗത്വം നഷ്ടപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി അദ്ദേഹത്തെ തന്നെ, ആ ചെറുപ്പക്കാരനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്കെതിരായിട്ടുള്ളൊരു വെല്ലുവിളിയാണ്. അതുപോലെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയും സമ്പ്രദായത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കുറ്റമായിട്ടൊന്നും അവരാരും കാണാറില്ല. കാരണം ഈ കേസിൽ തന്നെ എന്താ, മായക്ക് അതിൻ്റെ പശ്ചാത്തലം അറിയാവുന്നതാണല്ലോ. അവിടെ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണം, അത് നടത്തിയത് CPMകാരാണ്. അതിന് കാരണമെന്ന് പറയുന്നത്, അന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനെയും അവർ വരുന്ന ഒരു കാറ് ഒരു സംഘം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രാദേശികമായ എന്തോ കാരണത്തിൻ്റെ പേരിൽ തടഞ്ഞു. അതിനുള്ള പ്രതികാരമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഈ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നതിന് അവിടെ പോയി ഞാൻ ഈ ഷുക്കൂറിൻ്റെ വീട്ടിലൊക്കെ പോയതാണ്. ഷുക്കൂറിൻ്റെ സുഹൃത്തുക്കളെയും അറിയാവുന്നവരെ കണ്ടാണ്. അപ്പോൾ ആ പയ്യനകത്തില്ല, ഈ കാറ് തടഞ്ഞതിൽ അതില്ല, അയാളില്ലാത്ത ഒരാളാണ്. പക്ഷേ പിന്നീട് കാറ് തടഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരു പ്രതികാരം എന്ന നിലയിൽ യൂത്ത് ലീഗ് പ്രവർത്തകരെ അവർ വേട്ടയാടി. ആ കൂട്ടത്തിൽ ഇയാൾ പിടിക്കപ്പെട്ടു. പിടിച്ചതിന് ശേഷം
ഇയാളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇയാളുടെ ചിത്രം എടുത്തിട്ട് ഈ CPM നേതാക്കൾക്ക് അയച്ചു കൊടുക്കുന്നു. അന്നൊരു ഒരു ഹോസ്പിറ്റലിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ചിത്രം കണ്ട് അവിടെ പാർട്ടിയുടെ തീരുമാനമാണ് അയാളെ കൊലപ്പെടുത്തുന്ന ചെറുപ്പക്കാരനെ അയാളെ കൊലപ്പെടുത്തുന്നു. അതിൻ്റെ പേരിൽ ജയരാജൻ അറസ്റ്റിലാവുന്നു. അപ്പോൾ ജയരാജനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ CPMകാർക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കിരീടം വെച്ച രാജാവാണ്, കിരീടം വെക്കാത്ത രാജാവല്ല. പാർട്ടിയിൽ തന്നെ CPMൻ്റെ ഒരു സംസ്ഥാന സംവിധാനത്തിൽ തന്നെ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനി ആയിട്ടുള്ള ആൾ ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിലുള്ള ഒരു പ്രതിഷേധം, അതിനുവേണ്ടിയാണ് ഈ സ്റ്റീൽ ബോംബുമായിട്ട് ഇറങ്ങി ഈ രണ്ട് ചെറുപ്പക്കാർ പോലീസ് സംഘത്തിന് നേരെ എറിയുന്നത്. നമുക്കറിയാം ഇവിടെ സ്റ്റീൽ ബോംബ് ആരുടേതാ? സ്റ്റീൽ ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടി ഉണ്ടാക്കിയതാ, പാർട്ടിയുടെ നിർമ്മിതിയാണ്. പാർട്ടിയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ച് അപ്പോൾ അവിടെ പോലീസുകാരെ കാണുക. ഭരണത്തിലല്ല, അന്ന് അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPMൻ്റെ ഏറ്റവും വലിയ ശത്രു പോലീസ് എന്ന് പറയുന്ന പോലീസ് സംവിധാനമാണ്. അത് എന്താ പറയുക, ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണമാണ്. അപ്പോൾ ഭരണത്തിലിരിക്കുമ്പം അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോലീസിനെയാണ്. നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പോലീസിനെതിരായിട്ട് അറ്റാക്ക് നടത്തി, അതിന് ശിക്ഷ കിട്ടി. കോടതി ആ വിധിന്യായം വായിച്ചാൽ എന്തോ കാരണവശാൽ ഇത് പൊട്ടിത്തെറിച്ചില്ല, ഈ ബോംബ് പൊട്ടിത്തെറിച്ചെങ്കിൽ 8-10 പേര് മരിക്കുമായിരുന്നുവെന്ന് ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുക. അത്തരമൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും അയാൾ വീണ്ടും മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളോടും ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടുമുള്ള പാർട്ടിയുടെ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ യാതൊരു. കോടതി ഗുരുതരമായ ആരോപണങ്ങളാണ് നടത്തിയത്. പ്രതിയെ ശിക്ഷിക്കും വരെ ആരോപണ വിധേയൻ എന്ന് മാത്രമേ പറയാവൂ എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ന്യായം. ഇന്നലെയും പറയുന്നത് കേട്ടു. അങ്ങനെ സ്ഥിരമായി പാർട്ടി പ്രവർത്തകർ പറയുന്ന ഒന്നാണ് നേതാക്കൾ. പക്ഷേ ഇവിടെ ശിക്ഷാ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞല്ലോ, ഇനിയും എന്തിനാണിത്? ഇത് ഓരോ ന്യായീകരണങ്ങൾ CPM കാലാകാലങ്ങളിൽ ചെയ്യുന്നത് അപ്പോഴത്തെ അവരുടെ പാർട്ടിയുടെ പാർട്ടി ആ ഒരു പ്രത്യേക കേസിൽ എവിടെ നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ്, എന്ന് കണക്കാക്കിയിട്ടാണ്. ഇപ്പോൾ പത്മകുമാറിൻ്റെ കാര്യം വന്നപ്പോഴാണല്ലോ നമ്മുടെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസ്. ആ കേസ് വന്നപ്പോഴാണ് നമ്മുടെ MV ഗോവിന്ദൻ മാഷ് അങ്ങനെ പറഞ്ഞത്. അതായത് ഇതുവരെ അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അയാൾക്കെതിരായിട്ടൊരു കേസ് വന്നിട്ടുള്ള FIR ഇട്ടിട്ടേ ഉള്ളൂ, ഇനി കോടതി അയാളെ ശിക്ഷിക്കുന്നവരെ അയാൾ നിരപരാധിയാണെന്നുള്ള മട്ടിലാണ് പറയുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണോ? ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഒരു അനുഭവമാണ്. അയാൾ ശരിയാണെന്നോ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അയാളെക്കുറിച്ച് എന്താ ഈ പാർട്ടി പറഞ്ഞത്? CPM എന്താ പറഞ്ഞത്? അയാൾക്കെതിരായിട്ട് ആക്ഷേപം വന്ന ഉടനെ തന്നെ കോൺഗ്രസ് പാർട്ടി അവരെ സസ്പെൻഡ് ചെയ്തു. അയാളെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്തി, സസ്പെൻഡ് ചെയ്ത് അങ്ങോട്ട് മാറ്റി നിർത്തി. അങ്ങനെ ഒരു നടപടിയെടുത്തു. എന്നിട്ടും CPM എന്താ പറഞ്ഞത്? അയാളുടെ MLA സ്ഥാനം രാജിവെക്കണമെന്നല്ലേ ആവശ്യപ്പെട്ടത്? അപ്പോൾ അവിടെ ഒരു നീതിയാണ്. ഇവിടെ വരുമ്പോൾ പത്മകുമാറിൻ്റെ കാര്യം വരുമ്പോൾ ഈ കോടതി പറയട്ടെ. ഇവിടെ എന്താണ് പയ്യന്നൂരിലെ സംഭവം? എന്താണ് പയ്യന്നൂരിലെ കേസ് വന്നു, അതിൻ്റെ വിചാരണ നടന്നു, അയാളടക്കം മറ്റൊരാളെ കൂടെ ശിക്ഷിച്ചിരിക്കുകയാണ്. 20 കൊല്ലത്തേക്ക്, 2 കൊല്ലം 20 കൊല്ലത്തേക്ക് ശിക്ഷിച്ചിരിക്കുക. മായ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ശിക്ഷിക്കപ്പെട്ട ചെറുപ്പക്കാരൻ മറ്റൊരു കൊലപാതക കേസിലെ പ്രതിയാണ്. ഇയാളോടൊപ്പം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആൾ 2 കൊലപാതക കേസുകളിലെ പ്രതിയാണ്. കണ്ണൂരിൽ CPM എന്നൊക്കെ പറഞ്ഞാൽ മായ, ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന വിപ്ലവ പ്രവർത്തനമായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ. അപ്പോൾ അവരെ സംരക്ഷിക്കും. പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും തല്ലാനും നടക്കുന്ന ആളുകളെ പാർട്ടി സംരക്ഷിക്കുമെന്നുള്ളത് അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അടുത്ത കാലങ്ങളിലൊക്കെ എത്രയോ അഭിവാദ്യ മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ നമ്മുടെ നവീൻ ബാബു, RDO നവീൻ ബാബു, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ PP ദിവ്യ അല്ലേ, ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആരാ സ്വീകരിക്കാൻ പോയത്? അഭിവാദ്യം അർപ്പിക്കാൻ പോയത് MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ അടക്കമുള്ളവരല്ലേ പോയത്? അതവരുടെ രീതിയാണ്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരുടെ ഇഷ്ടാനുസരണം അവർ ഓരോ വ്യാഖ്യാനങ്ങൾ നടത്തും, നിയമത്തെ വ്യാഖ്യാനിക്കും. അതെ, സ്വന്തം ഇഷ്ടാനുസരണം വ്യാഖ്യാനങ്ങൾ നടത്തുക, അത് മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവർ സംരക്ഷിച്ചോട്ടെ, നല്ല രീതിയിൽ അവരുടെ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിച്ചോട്ടെ, അത് നല്ലതല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ക്രിമിനലുകൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? അത് മറ്റുള്ള പൊതുജനത്തെയാണ് ബാധിക്കുന്നത്. അതെ, പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കുന്നത് ഓരോ പാർട്ടിയുടെയും ഉത്തരവാദിത്വമാണ്. അതൊന്നും നമ്മളതിനെ
അത് ശരിയല്ലെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ തന്നെ വേണം താനും പാർട്ടി. പക്ഷേ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ നിങ്ങൾക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? നമ്മൾ ഇന്നലെ കണ്ട ദൃശ്യങ്ങളിൽ ഈ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടുപേരും എന്തോ വലിയൊരു പിന്നെ ധീരകർമ്മം നടത്തിയിട്ട് എന്തോ ചില അവാർഡ് വാങ്ങാനോ മറ്റോ പോകുന്ന രീതിയിലാണല്ലോ ജയിലിലേക്ക് പോകുന്നത്. അവർക്കിതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. അവർക്ക് മറ്റ് എതിരാളികളെ കുറിച്ച് അവർക്ക് യാതൊരു ബഹുമാനവുമില്ല. അവർക്ക് അവരുടെ പാർട്ടി, അവരുടെ നേതാവ്, അവരുടെ നേതാക്കൾ പറയുന്നതനുസരിച്ച് അവർ ചെയ്യുന്നു. ഇതൊന്നും ഇവരാരും മാത്രമായിട്ട് ചെയ്യുന്നതല്ല. പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ കണ്ണൂർ ജില്ല സ്തംഭിക്കണം, അല്ലെങ്കിൽ അവിടെ അക്രമാസക്തമായ അന്തരീക്ഷം ഉണ്ടാകണം. അന്ന് ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ അത് മുൻകൂട്ടി തീരുമാനിച്ച് നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ സംരക്ഷിക്കും. ഏത് തരത്തിൽ വന്നാലും സംരക്ഷിക്കും. നമുക്കറിയാം TP ചന്ദ്രശേഖരൻ്റെ വധം, അതിനുശേഷം അതിലെ പ്രതികൾക്ക് എത്ര സുഖസൗകര്യങ്ങളാണ് ജയിലിൽ ലഭിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പരോള് കിട്ടുന്നുണ്ട്. അവർക്ക് മറ്റ് കഞ്ചാവ് വരെ അവർക്ക് അവിടെ കിട്ടുന്നെന്ന് പറയുന്നു. അവരെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് മദ്യപാനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട പ്രതികൾക്കൊക്കെ ഇതുപോലുള്ളൊരു സൗകര്യങ്ങൾ കിട്ടും. അപ്പോൾ അതാ പറഞ്ഞത്, പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും തല്ലാനും നിൽക്കുന്നവരെ ആ പാർട്ടി എക്കാലവും സംരക്ഷിക്കും. എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുക്കും. അത് അവരുടെ ഒരു ബാധ്യതയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തമായിട്ട് കരുതുന്നൊരു പാർട്ടിയാണ് CPM. അതെ, ഈ TP വധക്കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. അന്ന് പൊതുവെ ഒരു സംസാരമുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ CPM അങ്ങനെ ഒന്നിന് മുതിരുമോ എന്ന് ഉണ്ടായിരുന്നു. അങ്ങനെയൊരു പരാമർശമൊക്കെ വന്നതാണത്. പക്ഷെ അങ്ങനെയല്ല, CPMൻ്റെ ആളുകൾ തന്നെയാണെന്നൊക്കെ പിന്നെ പറഞ്ഞു. പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പല വഴിക്ക് ആ അന്വേഷണം പോയി. പിന്നെ അത് തിരികെ അവർക്ക് തന്നെ തിരിച്ചടിയായതും ഒക്കെ അറിയാം. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആ സംരക്ഷണവും. ഇവരെന്തിനാണ് ഈ സംരക്ഷണം? ഈ സംരക്ഷിക്കുന്നത് മുകളിലുള്ള പലരിലേക്കും പലതും എത്താതിരിക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ സംരക്ഷണം നടത്തുന്നത്? ഈ TP ചന്ദ്രശേഖരൻ്റെ വധത്തെ പറ്റി പറയുമ്പോൾ പറഞ്ഞല്ലോ, ഈ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് അവിടെ എല്ലാവരും പറഞ്ഞു പാർട്ടി ഒരു വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്. അതായത് അവരുടെ പാർട്ടിയിൽപ്പെട്ട ഒരു MLA രാജിവെച്ചിട്ട് അയാൾ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അപ്പോൾ ഇവരങ്ങനെ ചെയ്യുമ്പോൾ CPM അല്ല TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതെന്നുള്ള രീതിയിൽ പോലും അന്ന് ചില പരാമർശങ്ങളും ചില വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെപ്പോഴും അവരുടെ പ്രതികളെ സംരക്ഷിക്കും. അവിടെ ആ കേസിൽ എന്തുകൊണ്ട് ആ കേസ് ഒരുമാതിരി നന്നായിട്ട് നടത്തിയ ഒരു കേസായിരുന്നു. ഇവർ ഒരു വലിയ ഒരു മലയുടെ മുകളിൽ നിന്ന്, മലയുടെ പേര് ഞാനങ്ങ് പറഞ്ഞു, അവരെ പോലീസ് വളരെ സാഹസികമായിട്ടൊക്കെ തന്നെയാണ് അറസ്റ്റ് ചെയ്ത് ഈ പ്രധാന പ്രതികളെയൊക്കെ. പക്ഷേ ആ കേസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ച വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, അത് ഈ കൊലപാതകം നടത്തിയ പ്രതികളെയൊക്കെ പിടിച്ചു. കൊലപാതകം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിയ ആ തീരുമാനം നടപ്പാക്കിയ ആളുകളെ. പക്ഷേ അതിൻ്റെ പിന്നിൽ അതിന് നിർദ്ദേശം കൊടുത്ത, അതിനുവേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തവരിലേക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം എത്തില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും ഒരു പ്രഹേളികയായിട്ട് തുടരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ കേസ് അങ്ങനെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി വിലസുന്ന പല നേതാക്കളും ഇപ്പോൾ ജയിലിനുള്ളിലാകുമായിരുന്നു. അതായത് അവരൊക്കെ ചെയ്യാൻ ഉള്ള എന്താ പറയുക, ഈ കാലാൾപ്പടയാണ്. അവരെയൊക്കെ രംഗത്തേക്ക് ഇറക്കി വിടുക. അതിൻ്റെ പിന്നിൽ മന്ത്രിയും രാജാവും ഒക്കെ ഉണ്ട്. പക്ഷേ അവരെ ഒന്നും നമ്മൾ കണ്ടില്ല. ആ അന്വേഷണം അതിലേക്ക് പോയില്ല. പക്ഷേ കുറഞ്ഞ പക്ഷം കണ്ണൂരിലെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ അപ്പോൾ ഒരു CPM ഒരു കൊലപാതകം നടത്തിയാൽ പിന്നീട് പോലീസുമായിട്ടുള്ളൊരു ധാരണയിൽ അവർ 4-5 പ്രതികളെ അവർ തന്നെ കൊടുക്കുക. CPM അല്ലെങ്കിൽ അവിടുത്തെ ഈ ഇത്തരത്തിലുള്ള സംഘർഷത്തിൽ കക്ഷികളാകുന്ന ഏത് പാർട്ടിയും അവർ 4-5 അവരുടേതായ രീതിയിൽ 5, 6, 8 പ്രതികളെ അങ്ങോട്ട് പോലീസിലേക്ക് കൊടുക്കും. അതനുസരിച്ചിട്ട് അവർക്കെതിരായിട്ട് പോലീസ് കേസ് ചാർജ് ചെയ്യും. പക്ഷെ നമ്മൾക്ക് അതിലേക്ക് പിന്നീട് അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ കോടതി വിചാരണയൊക്കെ വരുമ്പോൾ അവർ വളരെ ഈസി ആയിട്ട്, കാരണം അവർ ഈ കുറ്റം ചെയ്തവരല്ലല്ലോ, അവർക്ക് രക്ഷപ്പെടാനുള്ള ധാരാളം പഴുതുകൾ അപ്പോഴുണ്ട്. അതായിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത്. അടുത്ത കാലത്തായിട്ടാണ് യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെട്ടു തുടങ്ങിയത്. അതിലൊന്നായിരുന്നു ഈ TP ചന്ദ്രശേഖരൻ വധം. പക്ഷേ അന്ന് ഈ പറഞ്ഞതുപോലെ മുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ ശബരിമല പിന്നെ സ്വർണ്ണക്കവർച്ചയെ പറ്റിയൊക്കെ പറയുന്നല്ലോ. ഇത് കേരള പോലീസ് നേരിട്ട് നടത്തുകയായിരുന്നെങ്കിൽ 3-4 ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ അറസ്റ്റിലായല്ലോ, അതിന് മുകളിലേക്ക് പോകുമായിരുന്നു. അത് നമുക്ക് ആലോചിക്കാവുന്നൊരു കാര്യമല്ലേ. അത് കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടക്കുന്നതുകൊണ്ടല്ലേ രണ്ട് പ്രസിഡന്റുമാരിലേക്കെങ്കിലും വന്നത് എന്ന് പറയുന്നത് പോലെ കണ്ണൂരിലെ പല കൊലപാതകങ്ങളുടെയും പിന്നിലുള്ളവർ
എപ്പോഴും രക്ഷപ്പെടുകയാണ് പതിവ്. അതാണ് സാധാരണ നടക്കുന്നത്. അതെ, ഇപ്പോൾ നമ്മൾ എടുത്ത ഈ വിഷയം വി കെ നിഷാന്തിൻ്റെ അഴീക്കോട് നഗരസഭ കൗൺസിലർ മത്സരിക്കുന്നുണ്ട്, ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. അത് ഈ വിഷയം നടക്കുന്നത് ഈ ബോംബേർ, പോലീസ് നേരെ ഉണ്ടായ ഈ ബോംബേർ 2012 ഓഗസ്റ്റ് 1 ഈ സംഭവം നടക്കുന്നത്. അലി ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് CPM നേതാവ് P. ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിൽ പ്രതിഷേധിച്ച് നടന്ന പ്രകടനം. അതിനിടയിലാണ് 4 പേരുണ്ടായിരുന്നു അന്ന് പ്രതികളായിട്ടുണ്ടായിരുന്നു. 2 പേരെയാണ് ഇപ്പോൾ പുറത്ത് വിട്ടത്. 2 പേരെ വെറുതെ വിട്ടു. പിന്നെ 2 പേരാണ്, ഒന്ന് ഈ നിഷാന്തും പിന്നെ നന്ദകുമാറും. ഇവരെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രതികളാകുന്ന ആളുകളെ അങ്ങ് പൂർണ്ണമായി അങ്ങ് സംരക്ഷിക്കുകയാണ്. അവർക്ക് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് വരിക ചിലപ്പോൾ CPMൻ്റെ തലപ്പത്തുള്ള ആളുകളിലേക്കായിരിക്കും വരിക. ആ ഒരു ഭയം അത് എല്ലാ കാലത്തും TP വധക്കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതിനുശേഷവും അതിനു മുമ്പും എല്ലാ കാര്യങ്ങളും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പാറ്റേണാണ്. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുക. 2 പ്രതികൾ എത്ര സന്തോഷത്തോടെയാണ് ജയിലിലേക്ക് പോകുന്നതെന്നുള്ളത് കണ്ടാൽ അയാൾ വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടി മഹത്തായ കാര്യം ചെയ്തു എന്നുള്ള മട്ടിലാണ്. ഇവരെയൊക്കെ അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതായത് ഇതൊക്കെ ഉണ്ടല്ലോ ഈ അടിമകളാണ്. അടിമകളെന്ന് പറഞ്ഞാൽ കൊല്ലാനും തല്ലാനും വേണ്ടി പിന്നെ പാർട്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ചില ആളുകളാണ്. അപ്പോൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഇതിനുണ്ട്. അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അവർ ഏതെങ്കിലും ഒരു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയരായാൽ ഇവരാരും അവരുടെ മുകളിലുള്ള നേതാക്കൾക്കെതിരായിട്ടൊന്നും പറയുകയില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡമ്മി പ്രതികളെ കൊടുക്കുമായിരുന്നുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു വരുമായിരുന്നു. ഇപ്പം സംഗതി മാറിയിട്ടുണ്ട്. യഥാർത്ഥ പ്രതികളെ പോലീസ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഇത്തരം കേസുകളിൽ വരുന്നുമുണ്ട്. അതൊക്കെയാണ് ശിക്ഷിക്കപ്പെടുന്നത്. നിഷാദൊക്കെ ശിക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, പാർട്ടി വേറൊരു നിഷാദിന് ഒരു വിനോദിനെയും നന്ദകുമാറിന് ഒരു ഇന്ദുകുമാറിനെയും കൊടുക്കും. അവർ പിന്നെ കോടതി വിചാരണയെ നേരിടും. ഈ കോടതി വിചാരണയെ നേരിടുമ്പം ഈ പ്രതിയായി പോയവരുടെയൊക്കെ വീട്ടിലെ എല്ലാ ചെലവുകളും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് പാർട്ടിയാണ്. പക്ഷേ അതൊക്കെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ അപ്പോൾ ഉണ്ടാവും. ഇതൊന്നും ഉണ്ടാവുന്നില്ല. യഥാർത്ഥ പ്രതികൾ പോലീസ് പിടിച്ചു, അറസ്റ്റിലായി, അവരിപ്പോൾ ശിക്ഷിക്കപ്പെട്ടു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണൂരിലൊരു ചരിത്രം എടുത്താൽ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുകയാണ്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണല്ലോ. സ്ഥാനാർത്ഥികളൊക്കെ നാമനിർദ്ദേശ പത്രിക കൊടുത്തു, പലതും തള്ളി ഒക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, പ്രചരണം നടക്കുകയാണ്. കണ്ണൂരിലെ പല വാർഡുകളിലും എതിർ സ്ഥാനാർത്ഥികളില്ല CPMന്. അവരെ വിജയികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അവർക്കെതിരെ പല വാർഡുകളിലും മത്സരിക്കാൻ പോലും ഭയക്കുന്ന ആളുകളില്ലാത്ത ഒരവസ്ഥ അത് പണ്ടുമുണ്ട്, അത് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അത് സത്യം പറഞ്ഞാൽ അവിടേക്ക് മറ്റൊരാൾക്ക് കടന്നു ചെല്ലാനൊന്നും പറ്റത്തില്ല. അവിടെയൊക്കെ ഒരു CPMൻ്റെ പാർട്ടി ഗ്രാമത്തിൽ അവിടെ ഒരു കോൺഗ്രസിൻ്റെ കൊടി ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അവിടെ അതുപോലെ തന്നെ ഇപ്പോൾ BJPക്ക് പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവിടെ മറ്റൊരു പാർട്ടിക്ക് പറ്റത്തില്ല. അപ്പം അതാണ് തെരഞ്ഞെടുപ്പിൽ എതിരായിട്ടൊരു സ്ഥാനാർത്ഥി നിൽക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലൊക്കെ പണ്ടൊക്കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആന്തൂർ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ 5ഓ 6ഓ മണ്ഡലങ്ങളിൽ 2ഓ 3ഓ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി ഇല്ല. ഏകകണ്ഠമായിട്ട് പാസ്സാവുകയാണ്, അവരങ്ങ് ജയിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യത്തെ ഇവർക്കൊരു വിലയില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ കണ്ണൂരിൽ ഇങ്ങനെ പിന്നെ ഏകപക്ഷീയമായിട്ട് ഏകകണ്ഠമായിട്ട് ജയിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ തിരുവനന്തപുരത്ത് എന്താ നടന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുട്ടട എന്ന് പറയുന്ന ആ ഒരു വാർഡിൽ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ വന്നപ്പോൾ വൈഷ്ണ അല്ലേ, വൈഷ്ണ. അപ്പോൾ അവരുടെ വീട് നമ്പർ നോക്കി, ആ കുട്ടിയുടെ വീട് നമ്പർ നോക്കി, വീട് നമ്പറിൽ എന്തോ പെശകൊണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് വോട്ടവകാശം ഇല്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷെ അതിന് പരാതി കൊടുത്ത ആ ജനാധിപത്യവാദി ഉണ്ടല്ലോ, വൈഷ്ണയ്ക്കെതിരായിട്ട് പരാതി കൊടുത്ത ആ ജനാധിപത്യവാദിയുടെ വീട്ടിൽ, അയാളുടെ ആ വീടിൻ്റെ അഡ്രസ്സിൽ 20ഓ 26ഓ പേരുണ്ട്, 22 പേരുണ്ട്. അത് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഈ കർണാടകയിലെയും ബീഹാറിലെയും ഒക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒരു വീട്ടിലെ 70, 80 എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നല്ല വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ആളുകൾ ജീവിക്കുന്ന ഈ തിരുവനന്തപുരം നഗരത്തിലെ ഒരു നഗര വാർഡിൽ ഒരു CPM നേതാവിൻ്റെ വീട്ടഡ്രസ്സിൽ 22 പേര്. എന്നാലോചിച്ച് നോക്ക്. അതാ പറഞ്ഞത്, അവരുടെ ഇതെല്ലാം ഇരട്ടത്താപ്പെന്ന് നമുക്ക് പറയാം. CPMൻ്റെ ഇരട്ടത്താപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അവരവരുടെ ബലം ഉപയോഗിച്ച് അല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തി എതിർ സ്ഥാനാർത്ഥികളെ മത്സരിക്കാനില്ലാത്ത ഒരവസ്ഥ വരും. കൽപ്പറ്റ കണ്ടല്ലോ. അതായത്
ഒരു UDF-ൻ്റെ സ്ഥാനാർത്ഥി. അതെ. അവരവിടെ പത്രികയുടെ പരിശോധന സമയത്തുണ്ട്. അവർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സാറേ, ഞാനായത് ഒപ്പിട്ടിരിക്കുന്നത്, എൻ്റെ ഒപ്പായത്, എൻ്റെ മറ്റൊപ്പുകൾ ഇങ്ങനെ തന്നെയാണ്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ റിട്ടേണിംഗ് ഓഫീസർ പറയുന്നത് ഇത് നിങ്ങളുടെ ഒപ്പല്ലെന്ന്. ഒപ്പിട്ട സ്ഥാനാർത്ഥി പറയാണ്, സാറേ ഇതെൻ്റെ ഒപ്പാണെന്ന്, ഞാൻ വേറെ ഒപ്പിട്ട് കാണിക്കാമെന്ന് പറയാം. പക്ഷേ അതുപോലും സമ്മതിക്കാതെ ആ പത്രിക തള്ളുകയാണ്. അതാ പറഞ്ഞത്, ജനാധിപത്യത്തോടുള്ള ഇവരുടെ സമീപനം, ഈ പാർട്ടിയുടെ സമീപനം എന്ന് പറയുന്നത് അവരുടെ അനുകൂലമായ സാഹചര്യങ്ങൾ അനുസരിച്ച് അതാത് തരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ടിൻ്റെ പിന്നാലെ പോകും, അവിടെ ഒരു എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോലും അനുവദിക്കില്ല. അതാണ് CPM-ൻ്റെ എന്നത്തെയും രീതി. ഇപ്പോഴോ തുടരുന്നു, അവരിതുവരെ മാറിയിട്ടില്ല. VK നിഷാദിന് ഏതായാലും കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. അവരിഞ്ഞിപ്പോൾ പ്രതിയല്ല എന്ന് പറഞ്ഞാലൊന്നും കാര്യമൊന്നുമില്ല. കോടതിക്ക് മുമ്പിൽ അയാൾ പ്രതിയാണ്, ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. കുറ്റപത്രത്തിലൊക്കെ അങ്ങനെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും പാർട്ടി മേൽക്കോടതിയെ സമീപിക്കും. ആ നീക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. കോടതി തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് ഞങ്ങളെന്നാണ് പറയുന്നത്. ഒരു സ്റ്റേക്ക് സാധ്യതയുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ ഒരു CPM നേതാവ് പറഞ്ഞത് അതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് സ്റ്റേ കിട്ടുമെന്ന. അതായത് ഇനിയും ഹൈക്കോടതിയാണല്ലോ, ഹൈക്കോടതിയിൽ എന്താ വിധി വരുന്നത് ഇവരെങ്ങനെ അറിയുന്നത്? ഇവർക്ക് അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റും? ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് സ്റ്റേ വന്നാൽ ഇയാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. സ്റ്റേ കിട്ടുന്നില്ലെങ്കിൽ യാതൊരു സംശയമില്ല, ഇയാൾ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇയാൾക്കെതിരായിട്ട് പരാതി ഉണ്ടാവും. ഇയാളെ ഈ ജയിച്ച പദവിയിൽ നിന്ന്, വാർഡ് കൗൺസിലർ എന്ന പദവിയിൽ നിന്ന് അയാളെ ഒഴിയേണ്ടി വരും. ആ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാകും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവരിപ്പോൾ എന്തിനാണെന്ന് ഇവരുടെ വാശി കണ്ടോ. ഞങ്ങളുടെ ഒരു സഖാവിനെ സ്റ്റീൽ ബോംബ് എറിഞ്ഞു എന്ന് പറയുന്ന പോലീസുകാരുടെ നേരെ ബോംബ് എറിഞ്ഞു എന്ന് പറയുന്ന ഒരു നിസ്സാര കുറ്റത്തിന് വേണ്ടി, അതാണ് അവർ പറയുന്നത്, ഒരു നിസ്സാര കുറ്റത്തിന് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങളതൊന്നും അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഈ കോടതി നിയമമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെതിരായിട്ട് മത്സരിച്ച് ജയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് അവരുടെ രീതി. ഇനി ഇടയ്ക്ക് സ്റ്റേ വന്നാൽ അയാൾ കൗൺസിലറാകും. ഒരു കാര്യം ആലോചിക്കണം, ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പം ഈ നിഷാദ് എന്ന് പറയുന്ന ആൾ ഈ മുനിസിപ്പാലിറ്റിയിലെ അംഗമായിരുന്നു, ഇപ്പോഴത്തെ നിലവിലെ അംഗമാണ്. ഇത് 2012 നടന്ന സംഭവമാണല്ലോ. അപ്പോൾ അതിനുശേഷം അയാൾ മെമ്പറായിരുന്നു. അപ്പോൾ അതിനൊന്നും കുറ്റമില്ല. ആ കേസിൽ പ്രതിയാണെങ്കിലും അയാൾ മെമ്പറായി, ശിക്ഷിക്കപ്പെട്ടപ്പോൾ അയാൾ മത്സരിക്കുന്നു. ഇനി വല്ല സ്റ്റേയും കിട്ടുമോ? കോടതിയിൽ നിന്നെങ്കിലും അനുകൂലമായൊരു തീരുമാനം ഉണ്ടായാൽ അയക്ക് തുടരാം. സത്യം പറഞ്ഞാൽ അവർക്കൊരു ഡെമ്മിയുണ്ട്. ആ ഡെമ്മി പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായിരിക്കുമല്ലോ, അല്ലാതെ വെറുതെ ആരെയും നിർത്തത്തില്ല. പക്ഷേ അയാളെ പോലും മത്സരിക്കാൻ അനുവദിക്കാതെ ഈ രീതിയിലുള്ള ഒരു ധാർഷ്ട്യം, ഇതൊരു ധിക്കാരമാണ്. ജനങ്ങൾക്കെതിരായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങൾക്കും നിയമവാഴ്ചയ്ക്കും എതിരായിട്ടുള്ള ഒരു സമീപനവും നടപടിയുമായത്. ജയിലിൽ കിടന്നും മത്സരിക്കാൻ അനുവാദം കൊടുക്കുന്ന പാർട്ടി ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇതിന് സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ ഈ ശിക്ഷയ്ക്ക് അത് ഉറപ്പില്ല, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നേതാക്കൾ പറയുന്നു സ്റ്റേ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിലും അതിന് ഉറപ്പില്ല. അങ്ങനെ വരുമ്പോൾ അത് അസാധുവായി പോവും, അയാൾ വിജയിച്ചാലും. ഇത് ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പൊതുജനം ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ജയിലിലേക്ക് പ്രതിയെ എത്തിച്ചപ്പോൾ ഉണ്ടായ മുദ്രാവാക്യം വിളിയൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനി പാർട്ടി എന്നാണ് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്? കാലം മാറുന്നത് പാർട്ടി അറിയുന്നില്ലേ? ഈ ജയിലിൽ കിടന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ ചരിത്രത്തിൽ, CPM-ൻ്റെ ചരിത്രത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായ കാരണങ്ങളുടെ പേരിലായിരുന്നു. പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ, പാർട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന സമയങ്ങളിലൊക്കെ അന്ന് ധാരാളം നേതാക്കൾ ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ലല്ലോ, ഇതൊരു വലിയ ക്രിമിനൽ കേസ്, പോലീസിനെതിരായിട്ട് അല്ലാതെ വെറുതെ ഒരു കല്ലേറോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇത് പോലീസിനെ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്റ്റീൽ ബോംബ് എറിഞ്ഞ ഒരു കേസിൽ പ്രതികളായ ആളുകൾ ജയിലിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുന്ന വലിയ അഭിമാനമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു വലിയ നേട്ടമായിട്ടോ ഒക്കെ ഇത് ഈ പാർട്ടി കരുതുകയാണെങ്കിൽ നമുക്കാർക്കൊന്നും അതിനെപ്പറ്റി പറയാനില്ല. ജനങ്ങളിത് കാണുന്നുണ്ട്. പുതിയൊരു തലമുറയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊന്നും അത്ര മമതയില്ലാത്ത, അതായത് പോലീസിനെ കൊല്ലാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നതോ ഒക്കെ ഒരു നല്ല കാര്യമാണെന്ന് കരുതാത്ത, അല്ലെങ്കിൽ അത് മോശം കാര്യമാണെന്ന് കരുതുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരികയാണ്. പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും അല്ലാത്തവരുടെയും ഒക്കെ ഇത്തരം സമീപനങ്ങളിലൊക്കെ മാറ്റം വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ഈ പാർട്ടി തയ്യാറാകുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് മറ്റൊന്ന് പാർട്ടി അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. CPM ആയതുകൊണ്ട് അതിൻ്റെയും അന്വേഷണം നടത്തുന്നുണ്ടാവും. ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് പാർട്ടിക്കകത്ത്, ആഭ്യന്തര സംഘർഷങ്ങളുണ്ട്.
ഇപ്പോൾ ഈ കണ്ണൂരിലൊക്കെ അതിലേക്ക് കടന്നിട്ടുണ്ട് എന്ന തരത്തിലും വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാർഡ് തലത്തിൽ ഇപ്പോൾ ഈ നിഷാദ് മത്സരിക്കുന്ന വാർഡിൽ ഒരു പക്ഷേ അവർക്ക് മേൽക്കൈയുള്ള വാർഡാണ് അത്, അവിടെ ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരിക്കും. അത് പിന്നീട് അസാധുവാകുമോ എന്തോ എന്നുള്ളത് വേറെ കാര്യം. ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പക്ഷേ അതിനോടും വിരോധമുള്ള പഴയ കാലത്തേക്കാൾ ആഭ്യന്തര സംഘർഷം ഉടലെടുത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അത് CPM-ന് തിരിച്ചടിയല്ലേ അത്? അതെ, പാർട്ടിയിൽ തന്നെ വലിയ സംഘർഷങ്ങളുണ്ട്. അപ്പോൾ ഇത് പാർട്ടിക്ക് വലിയ മേൽക്കൈയുള്ള ഒരു വാർഡാണെങ്കിൽ പോലും ഈ സംഭവവികാസങ്ങളൊക്കെ എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ CPM ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് ഈ മാറിയ പരിതസ്ഥിതികൾ, പാർട്ടിയുടെ ഇത്തരം രീതികളോട് ആളുകൾക്കുണ്ടായിരിക്കുന്ന എതിർപ്പൊക്കെ മനസ്സിലായിക്കൊണ്ട് അവരൊന്ന് സ്വയം നന്നാകാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. അത് ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഇനി ഒരുപക്ഷെ ചെറുപ്പക്കാരുടെ ഒരു പുതിയ തലമുറ വരുമ്പോൾ അതിൽ വലിയ മാറ്റം വന്നേക്കാം. അങ്ങനെ പ്രതീക്ഷിക്കല്ലാതെ വേറെ എന്തെങ്കിലും നിർവാഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. വളരെ നന്ദി ശ്രീ സാണിക്കുട്ടി അബ്ന ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും CPM ക്രിമിനൽ കേസിലെ പ്രതികൾക്കും കൂടി സംരക്ഷണം ഒരുക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കട്ടെ, നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കട്ടെ. പൊതുജനം ഇതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഈ സമയത്തും. വളരെയധികം നന്ദി.